ഹരിയാനയിൽ ജാതി സംഘർഷത്തെ തുടർന്ന് ദളിത് കുടുംബത്തിലെ 4 പേരെ ജീവനോടെ കത്തിച്ചു. പൊള്ളലേറ്റ 2 കുട്ടികൾ മരിച്ചു. മാതാപിതാക്കളെ ഗുരുതര പരിക്കുകളോടെ ദില്ലിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫരീദാബാദിലെ പ്രതില മേഖലയിലായിരുന്നു സംഭവമുണ്ടായത്. ഹരിയാനയിൽ ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദിലെ ബല്ലഫ്ഗഡിലെ സൺപേഡിൽ പുലർച്ചെ 3:30-യോടെയായിരുന്നു സംഭവം. ഉറങ്ങിക്കിടന്നിരുന്ന കുടുംബത്തെ വിളിച്ചുണർത്തിയായിരുന്നു ആക്രമണം നടത്തിയത്. വീട്ടിൽ കടന്ന അക്രമികൾ കുടുംബത്തെ മർദ്ദിച്ച ശേഷമാണ് പെട്രോൾ ഒഴിച്ചു കത്തിച്ചത്. നാട്ടുകാർ തീകെടുത്തി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ബല്ലഫ്ഗഡ് ഡിസിപി ഭൂപീന്ദർ സിംഗ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു. സംഭവത്തിൽ അന്വേഷണം നടന്നുവരുന്നതായും അദ്ദേഹം അറിയിച്ചു. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. സംശയങ്ങളുമായി മനു ശങ്കർ ടെലിഫോണിൽ ചേർന്നു. മനു, പൊള്ളലേറ്റവരുടെ സ്ഥിതി എങ്ങനെയാണ്? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു RSS പിന്തുണയുള്ള ഹിന്ദു സേനാ പ്രവർത്തകർ എന്ന് പ്രാഥമിക നിഗമനത്തിൽ പോലീസ് പറയുന്ന ആളുകൾ ജിതേന്ദർ എന്ന് പറയുന്ന ദളിതനായ യുവാവിന്റെ കുടുംബത്തിന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുടുംബത്തിന് ഇവർ തീ വച്ചത്. തുടർന്ന് അഗ്നി പടർന്നതിനെ തുടർന്ന് 2 വയസ്സുള്ളതും ഒപ്പം 10 മാസം പ്രായമുള്ള 2 കുഞ്ഞുങ്ങൾ വെന്തു മരിച്ചു. ഒപ്പം അതീവ ഗുരുതരാവസ്ഥയിലായ ജിതേന്ദറിന്റെ ഭാര്യ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. രക്ഷാപ്രവർത്തനം നടത്തുകയും ഇവരെ രക്ഷിക്കുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്ത ജിതേന്ദർ കൈയും കാലും അതീവ ഗുരുതരാവസ്ഥയിൽ പൊള്ളി ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. എന്നാൽ ഇതുവരെ പോലീസ് ഒരു പ്രതികളെ പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായതുമില്ല. ഇതിനെ തുടർന്ന് ഇപ്പോൾ BJP നേതാക്കളായ ഉദിത് രാജ് ഒപ്പം രത്തൻലാൽ അടക്കമുള്ളവർ ഇവരുടെ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. എന്നാൽ ദളിതർ ഇവരെ തടയുകയും ഈ കുടുംബാംഗങ്ങളടക്കം, പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുന്ന ജനങ്ങളടക്കം ഇവരെ തടയുകയും ഈ BJP നേതാക്കൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഇവരെ തള്ളി വീഴ്ത്തുകയും ചെയ്തു. തുടർന്ന് പോലീസ് ഇവരിൽ കുറച്ചുപേരെ പിടിച്ചു മാറ്റി ആദ്യം അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. എങ്കിലും കൂടുതൽ ആളുകൾ സ്ഥലത്ത് സംഭടിച്ചെത്തിയതിനാൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാതെ വിട്ടയക്കുകയായിരുന്നു. എന്തായാലും സ്ഥലത്ത് ഭയങ്കര സംഘർഷാവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും ഇതുവരെ പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടുമില്ല. എന്തായാലും ഈ നരഹത്യക്കെതിരെ, അതീവ ഗുരുതരമായ ഇത്തരത്തിലൊരു നരഹത്യക്കെതിരെ ഇപ്പോഴും നേതാക്കളാരും ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതും ദുഃഖകരമായ ഒരു കാര്യമാണ്. ധന്യ. മനു, പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെ വിവരങ്ങൾ ലഭ്യമാണോ? ധന്യ, നിലവിൽ 2 വയസ്സ് പ്രായമുള്ളതും ഒപ്പം 10 പ്രായമുള്ള 2 കുഞ്ഞുങ്ങളും വെന്തു മരിച്ചു. ഒപ്പം ഉള്ള ഭാര്യ, ജിതേന്ദർ എന്ന് പറയുന്ന ആളുടെ ഭാര്യ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അവരുടെ നിലയും ഇപ്പോൾ പറയാനാകില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ജിതേന്ദറിന്റെ നില കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ വസതിയിലേക്ക് തിരിച്ചെത്തിയെന്നും ഈ കുഞ്ഞുങ്ങളുടെ സംസ്കാരത്തിനായി ഇവിടെ വസതിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെന്നും കൂടിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളെ കാണുന്നതിനായി BJP നേതാക്കൾ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിരുന്നത്. എന്നാൽ BJP നേതാക്കൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഇവർ തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ട് ദളിത് കുടുംബങ്ങൾ ഇവിടെ തമ്പടിക്കുകയുമായിരുന്നു. നമ്മളടക്കം ഇവിടെ വന്നപ്പോൾ ഇവർ നമ്മളോട് പ്രതികരിച്ചത് ഇപ്രകാരമാണ്: സ്ഥിരം ഇത്തരത്തിൽ മുതിർന്ന ആളുകളടക്കമുള്ളവർ, BJP മുതിർന്ന നേതാക്കളടക്കമുള്ളവർ, പ്രത്യേകിച്ച് RSS പിന്തുണയുള്ള ഹിന്ദു സംഘടനാ നേതാക്കളടക്കം ഇവർക്ക് നേരെ സ്ഥിരം ഇത്തരത്തിലുള്ള പീഡനങ്ങൾ പതിവാണ്. എന്നാൽ പോലീസിൽ പരാതിപ്പെട്ടാൽ സ്ത്രീകളടക്കമുള്ള ദളിത് കുടുംബങ്ങളെ പിടിച്ചു കൊണ്ടുപോകുവാൻ മാത്രമാണ് പോലീസ് തയ്യാറായിരുന്നത്. സ്ത്രീകളെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാറുള്ളതും ദളിത് കുടുംബങ്ങളെയാണ് പരാതി കൊടുത്താൽ പോലും അറസ്റ്റ് ചെയ്യാറുള്ളതെന്ന് പരാതിയും നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പരാതി നൽകാൻ പിന്നീട് പോകാറില്ലെന്നും അതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള സ്ഥിരം ആക്രമണങ്ങൾ തുടരുന്നതെന്നും പീപ്പിൾ ടിവിയോട് ഇവർ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ദളിത് കുടുംബങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഹരിയാനയിലെ സുൻഗഡ് പ്രദേശത്ത് സ്ഥിരം കാഴ്ചയാണ്. അതിന്റെ മറ്റൊരു നരഹത്യക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ധന്യ. മനുശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളിൽ നിന്നും മുഖം രക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. അതിക്രമങ്ങളിൽ രാജ്യം അസ്വസ്ഥമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ കുറ്റസമ്മതം. ശിവസേനയ്ക്കും പരോക്ഷ വിമർശനം. പ്രതിഷേധങ്ങൾ ജനാധിപത്യപരമാകണമെന്നും അരുൺ ജെയ്റ്റ്ലി ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബീഫിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, കരിമഷി ഒഴിക്കൽ പ്രതിഷേധം, BCCI യോഗത്തിന് നേരെയുള്ള അതിക്രമം, പാക് ഗസൽ ഗായകനെ അധിക്ഷേപിക്കൽ തുടങ്ങി രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ തണലിലാണെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മുഖം രക്ഷിക്കാനുള്ള ശ്രമം എന്ന നിലയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി കുറ്റസമ്മതം നടത്തിയത്. അതിക്രമങ്ങളിൽ രാജ്യം അസ്വസ്ഥമാണെന്ന് ജെയ്റ്റ്ലി സമ്മതിച്ചു. നശീകരണ സമരങ്ങൾ അംഗീകരിക്കില്ല. ശിവസേനയെ പേരെടുത്തു പറയാതെ ജെയ്റ്റ്ലി വിമർശിച്ചു. പ്രതിഷേധങ്ങൾ ജനാധിപത്യപരമാകണം.
ചിന്തിക്കാൻ ശേഷിയുള്ളവർ വിധ്വംസ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കണം. पिछले कुछ दिनों में कुछ दुर्भाग्यपूर्ण घटनाएं हुई हैं, वो सचमुच में निंदनीय है. ये स्वाभाविक है कि लोकतंत्र में कई लोगों के बीच में विभिन्न विषयों के ऊपर मतभेद हो सकते हैं, लेकिन मतभेद प्रकट करने का एक तरीका होता है जो संयम के साथ, तर्क के साथ अपनी बात कहने का है. किसी प्रकार की वैंडलिज्म से या किसी प्रकार के दबाव से ऐसी घटना करना जो पिछले कुछ दिनों में हमने देखी है, जिसके माध्यम से अपना विरोध प्रकट करना, वो भारत में जो बहस का स्तर है लोकतंत्र का, उसको ऊपर नहीं ले जाता, उसको नीचे ले जाता है और हमारे राजनीतिक क्षेत्र की विश्वसनीयता को भी कम करता है. ബീഹാറിലെ അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പുകൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള സീമാഞ്ചൽ മേഖലയിലാണ്. ഇതുകൂടി മുന്നിൽ കണ്ടാണ് അരുൺ ജെയ്റ്റ്ലിയുടെ കുറ്റസമ്മതം. അതേസമയം അതിക്രമങ്ങൾക്കെതിരെ എന്ത് നടപടി കൈക്കൊള്ളുമെന്ന് വ്യക്തമാക്കാൻ കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടാമനായ ജെയ്റ്റ്ലി തയ്യാറായില്ല. ബീഫിന്റെ പേരിലുള്ള കൊലപാതകങ്ങളെ ജെയ്റ്റ്ലി തള്ളിപ്പറഞ്ഞില്ല എന്നതും വിമർശനത്തിനിടയാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യ പാക് പരമ്പര ഉണ്ടായേക്കില്ലെന്ന സൂചന. രാജീവ് ശുക്ലയും പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ ഷെഹരിയാർ ഖാനും തമ്മിൽ അനൗപചാരിക ചർച്ച നടത്തി. ഷെഹരിയാർ ഖാനും അരുൺ ജെയ്റ്റ്ലിയുമായി ഇന്നോ നാളെയോ കൂടിക്കാഴ്ച നടത്തും. മുംബൈയിൽ നിശ്ചയിച്ചിരുന്ന ഇന്ത്യ പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷന്മാരുടെ യോഗം ശിവസേന പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ റദ്ദാക്കിയിരുന്നു. ഇതേ തുടർന്ന് ദില്ലിയിലെത്തിയ പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ ഷെഹരിയാർ ഖാൻ BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ലയുമായി കൂടിക്കാഴ്ച നടത്തി. അനൌദ്യോഗിക കൂടിക്കാഴ്ചയാണ് നടന്നതെന്ന് രാജീവ് ശുക്ല പ്രതികരിച്ചു. ഇന്ത്യ പാക് ക്രിക്കറ്റ് പരമ്പര പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ലെന്നും ശുക്ല വ്യക്തമാക്കി. You wait for the future developments, and I can only say that process of dialogue should always be on. When you initiate a dialogue, when you talk to them, that call has to be taken by the BCCI president. ശിവസേന തുടർച്ചയായി നടത്തുന്ന പ്രതിഷേധത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ആശങ്ക രേഖപ്പെടുത്തി. ഇന്ത്യയിലെത്തുന്ന കളിക്കാരുടെ സുരക്ഷ കൂടി പരിഗണിച്ച് ഇന്ത്യ പാക് പരമ്പര നടക്കാൻ സാധ്യതയില്ലെന്ന സൂചനകൾ പാകിസ്ഥാൻ നൽകുന്നു. അടുത്ത വർഷം ഇന്ത്യയിൽ നടക്കുന്ന T20 ലോകകപ്പിൽ പാകിസ്ഥാൻ കളിക്കുന്നതും അനിശ്ചിതത്വത്തിലാണ്. അതേസമയം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് പരമ്പരയുടെ കമന്റേറ്റർമാരായി ഇന്ത്യയിലുള്ള വസീം അക്രമും ഷുബൈബ് അക്തറും പാകിസ്ഥാനിലേക്ക് മടങ്ങും. സുരക്ഷ മുൻനിർത്തിയാണ് മടക്കം. നേരത്തെ പരമ്പരയിൽ നിന്നും പാകിസ്ഥാൻ അമ്പയർ അലിംദറിനെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പിൻവലിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രശസ്ത പാകിസ്ഥാനി ഗസൽ ഗായകൻ ഗുലാം അലി ദില്ലിയിൽ പാടില്ല. അടുത്ത മാസം 8-ന് ദില്ലിയിൽ നിശ്ചയിച്ചിരുന്ന സംഗീത പരിപാടി റദ്ദാക്കി. ശിവസേന നടത്തുന്ന പ്രതിഷേധത്തെ തുടർന്നാണ് ഗുലാം അലി പരിപാടിയിൽ നിന്ന് പിന്മാറിയത്. രാജ്യം പ്രതീക്ഷിച്ചിരുന്ന ഗസൽ ഗായക പരിപാടിക്ക് ഗുലാം അലി എത്തില്ല. ഇക്കാര്യം ദില്ലി സർക്കാരിനെ ഗുലാം അലി അറിയിച്ചു. സംഗീത പരിപാടിക്കെതിരെ ശിവസേനയും സംഘപരിവാർ സംഘടനകളും പ്രതിഷേധമുയർത്തുന്ന സാഹചര്യത്തിലാണ് ഗസൽ ഗായകൻ പിന്മാറിയത്. നേരത്തെ മുംബൈയിലെ ഷൺമുഖാനന്ദ ഹാളിൽ നടത്താനിരുന്ന ഗസൽ ഗാനാലാപനം ശിവസേനയുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. ഈ വാർത്ത വന്നതിനെ തുടർന്ന് ദില്ലിയിൽ പരിപാടി അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഗുലാം അലിയെ നേരിട്ട് ക്ഷണിച്ചു. ക്ഷണം ഗുലാം അലി സ്വീകരിച്ചതായി കേജ്രിവാൾ പിന്നീട് ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. ദില്ലി ടൂറിസം മന്ത്രി കപിൽ മിശ്രയുടെ നേതൃത്വത്തിൽ അടുത്ത മാസം 8-ന് ഗുലാം അലിയുടെ പരിപാടിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയ പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷന് നേരെയും ശിവസേന പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആശങ്ക രേഖപ്പെടുത്തി ഗുലാം അലി ദില്ലിയിലെ ഗസൽ ഗാനാലാപനം ഉപേക്ഷിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗുലാം അലിയുടെ ദില്ലിയിലെ പരിപാടി റദ്ദാക്കിയതിനെതിരെ MP രാജേഷ് MP. ഗുലാം അലി സന്നദ്ധനാവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പരിപാടി കേരളത്തിൽ നടത്താൻ DYFI മുൻനിരയിലുണ്ടാവുമെന്ന് MP രാജേഷ് പറഞ്ഞു. രാജ്യത്ത് ഇപ്പോഴുണ്ടായിരിക്കുന്ന അസഹിഷ്ണുതയ്ക്കും മതാന്ധതയ്ക്കുമെതിരെ DYFI രാജ്യവ്യാപകമായി സാംസ്കാരിക പ്രതിരോധ പരിപാടി സംഘടിപ്പിക്കുമെന്നും MP രാജേഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. ശാശ്വതികാനന്ദയുടെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായ തുടരന്വേഷണം സാധ്യത ക്രൈംബ്രാഞ്ച് പരിശോധിക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. കോഴിക്കോട് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മെയ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനിയും ഈ കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ CRPC 173(8) അനുസരിച്ച് ഇവിടെ സൂചിപ്പിച്ച പോലെ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടെങ്കിൽ മാത്രമേ തുടരന്വേഷണം നടത്താൻ കഴിയും. പുനരന്വേഷണം എന്നുള്ളത് CRPC അനുസരിച്ചില്ല. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഗവൺമെൻറ്റിന് ഓപ്പൺ മൈൻഡാണ്. ഗവൺമെൻറ് ഈ വസ്തുതകൾ
മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ക്രൈംബ്രാഞ്ച് ADGP അനന്തകൃഷ്ണനോട് ഈ കാര്യം അന്വേഷിക്കാൻ പറഞ്ഞു. ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സ്വാമിയുടെ സഹോദരങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അതേസമയം ആഭ്യന്തരമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം തുടർ നടപടികൾ എടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 87 ആവർത്തിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. 87-ൽ കോൺഗ്രസ് BJP ലീഗ് സഖ്യമുണ്ടായിട്ടും ഇടതുപക്ഷം മികച്ച വിജയം നേടിയതായും കോടിയേരി പറഞ്ഞു. നമ്മുടെ കൂടെ അധികം പാർട്ടികളൊന്നും ഉണ്ടായില്ല.